ഹലോ. അപ്പം ഇന്ന് വീക്കെൻഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. കപ്പ ബിരിയാണിയും അതുപോലെ തന്നെ നമുക്ക് ഒരു ഇടിഞ്ചക്ക കിട്ടിയായിരുന്നു. അപ്പോൾ ഇടിഞ്ചക്ക വെച്ചിട്ട് ഇടിഞ്ചക്ക തോരനും ഇതൊക്കെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ കിട്ടുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ സൺഡേ ആയിട്ട് എനിക്കൊരു കൊറിയർ വന്നു. മാമ എർത്തിൻ്റെ 2 ഐറ്റംസ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഒന്ന് മാമ എർത്തിൻ്റെ ചാർക്കോളിൻ്റെ ഒരു ഫേസ് വാഷും അതുപോലെ തന്നെ ഒരു സൺസ്ക്രീനുമാണ്. ഇത് രണ്ടും ന്യൂ ലോഞ്ച് എന്നാണ് അവർ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, എങ്ങനെയുണ്ടെന്ന് അറിയില്ല. നമ്മൾ ഇങ്ങനത്തെ ഈ കോസ്മെറ്റിക്സ് ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കിനും ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണം. ഡയറക്റ്റ് ഫേസിലേക്കൊന്നും അപ്ലൈ ചെയ്യരുത്. വേറൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും പറ്റി മുഖം പൊള്ളിയോ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും അപ്ലൈ ചെയ്യരുത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിലിങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് നോക്കി എങ്ങനെയുണ്ട്. അത് നൈസായിട്ടുള്ളൊരു സ്മെല്ലാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ വൈറ്റ് കാസ്റ്റിംഗ് ഒന്നുമില്ല. സംഭവം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. യൂസ് ചെയ്താലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ വീഡിയോ എടുക്കണതിനിടയ്ക്ക് കുഞ്ഞനും വന്നിട്ട് അവനെയും കൂടെ എടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പുതിയൊരു കണ്ണാടിയും തോക്കൊക്കെ വെച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിങ്ങനെ എന്നെ കൂടെ കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആളെ കൂടെ ഇതിനിടയ്ക്കൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ എല്ലാ ദിവസവും എന്ത് ചെയ്യും എന്ത് ചെയ്യണ്ടെന്നൊക്കെ ആലോചിച്ചിരുന്ന് ഇങ്ങനെ സമയം പോകണമല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ആവുന്നില്ല, സത്യം പറയാലോ. അപ്പോൾ ഇന്ന് ഒരുപാട് പറഞ്ഞൊന്നും ബോറടിപ്പിക്കുന്നില്ല. എനിക്കിന്ന് കപ്പ ബിരിയാണി കഴിക്കാൻ തോന്നി. എനിക്ക് തോന്നിയപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ വീട്ടിലൊരു ഉണ്ണിയും കൂടെ ഉണ്ടാകാൻ പോവാണ്. അപ്പോൾ അവൾക്കും എന്തെങ്കിലുമൊക്കെ മോഹമൊക്കെ കാണുമല്ലോ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണോ ഏറ്റവും ഇഷ്ടമുള്ളത് അത് വേറൊരാൾക്ക് കൊടുക്കുമ്പോഴത്തേക്കിനാണ് എനിക്കൊരു സന്തോഷമുള്ളത്. അതൊരു സമ്മാനമാണെങ്കിലും ഫുഡാണെങ്കിലും ഒക്കെ അതെ. എനിക്കിഷ്ടമുള്ളൊരു സാധനം വേറൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതും അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുമ്പോഴും ഞാൻ അതിനകത്ത് ഭയങ്കര എനിക്ക് അതിനകത്താണ് ഒരു ഹാപ്പിനെസ് ഉള്ളത്. അത് കൊടുത്താലേ എനിക്കൊരു സംതൃപ്തി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കിയത്. കാരണം ഇങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഉണ്ടാക്കരുത്. ഇതെങ്ങാനും കുളമായി പോയി കഴിഞ്ഞാൽ ഇത് ഫുള്ള് നമ്മുടെ തലയിൽ തന്നെ ആവും. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ ഉണ്ടാക്കി. എന്നിട്ട് ഇതിന് ഉപ്പ് കൂടിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇടിഞ്ചക്കയുടെ പരിപാടിയിലേക്കൊക്കെ പോയി. ഇടിഞ്ചക്ക തോരൻ ഇടിഞ്ചക്കയായിട്ട് നമ്മളിങ്ങനെ അധികം എവിടെയും കിട്ടാറില്ല. കാരണം ചക്ക വലുതാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണല്ലോ. ഇതിപ്പോൾ ഇടിഞ്ചക്ക നമുക്ക് അബദ്ധത്തിൽ കിട്ടിയതുകൊണ്ട് നമ്മളത് തോരൻ വെച്ചായിരുന്നു. കപ്പ ബിരിയാണി എന്തായാലും കുറച്ച് ഉപ്പൊക്കെ കൂടുതലാണെങ്കിലും അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം തുണിയൊക്കെ ഒരുപാട് അലക്കിയത് മടക്കാനുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഓവറായിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭർത്താവിനും കുഞ്ഞിനും വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പണിയെടുത്തു. ഞാൻ എൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് നമ്മൾ ചിലരൊക്കെ പറയില്ല, അയ്യോ ഞാൻ അവർക്ക് വേണ്ടി അത് ചെയ്തു. എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ കൂട്ടത്തിൽ അവർക്കും കൂടെ ആയി പോകും, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് അവിടെ നിന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ ദിവസങ്ങളായി കുഞ്ഞിൻ്റെ കുറച്ച് ഈ കളിപ്പാട്ടല്ല, ഈ പാവക്കുട്ടിയുടെയൊക്കെ തുന്നൽ വിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പഞ്ഞിയൊക്കെ പുറത്തായി തുടങ്ങി. പിന്നെ ഇത് കങ്കാരു. ഈ കങ്കാരുവിൻ്റെ ചെവിയൊക്കെ അവൻ പറിച്ചെടുത്തായിരുന്നു. ഈ കുഞ്ഞിൻ്റെ ഒട്ടുമിക്ക ടോയ്സും പൊട്ടിപ്പോവാതിരിക്കണതിൻ്റെ ഒരു കാരണം ഞാനും കൂടെ ആണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഞാനത് നന്നാക്കി വെക്കാൻ നോക്കാറുണ്ട്. നമ്മളും കൂടി ശ്രദ്ധിച്ചാലേ ഈ ടോയ്സൊക്കെ അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. ആൾ കുറേയൊക്കെ നശിപ്പിച്ചും പൊട്ടിച്ചുമൊക്കെ കളയാറുണ്ട്. എന്നാലും അതൊക്കെ ഞാൻ കൂട്ടിച്ചേർത്തും ഒട്ടിച്ചുമൊക്കെ അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഞാനും നോക്കും. അതുകൊണ്ട് അവന് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അവൻ്റെ റൂമല്ലേ, അതുകൊണ്ട് തന്നെ ആ കങ്കാരിനെ ഞാൻ അവിടെ തന്നെ വെച്ചേച്ചു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും പിള്ളേരല്ലേ, അവരെ ഫുൾ ടൈം നമ്മളിങ്ങനെ TV കാണിക്കുന്നത് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അവനൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നും വൈകുന്നേരം ഞാൻ സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ട് അവനെയും കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.